ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരുവിൻ്റെ ദേഹത്തേക്ക് ശ്രേയ ചായ ഒഴിച്ചത് അറിഞ്ഞ ശേഷം ആകാശ് നല്ല ദേഷ്യത്തിലാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആകാശ് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഓഫീസിനടുത്തുള്ള ക്യാൻറ്റീനിൽ ചെല്ലുകയാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കുകയാണ്. ചായയുമായിട്ട് ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ചോദിക്കുകയാണ്, എന്താണ് ആകാശ് സാർ, നിങ്ങളാണോ ചായ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്? അപ്പോൾ രാജേന്ദ്രൻ പറയാണ്, ഇതെന്താ ഈ മേഡം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങളൊരു ഓഫീസറല്ലേ, എന്നിട്ടിപ്പോൾ ഒരു പിയൂണിനെ പോലെ നിങ്ങളെ കൊണ്ട് ചായ വാങ്ങിപ്പിക്കുന്നു. ഇത്രയ്ക്കും തരം താഴ്ന്നിട്ട് എന്തിനാ ആ മേഡം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതിനെല്ലാം കൂടി ചേർന്ന് ആ മേഡത്തിന് ഉറപ്പായും ഈശ്വരൻ്റെ അടുത്ത് നിന്ന് കണക്കിന് കിട്ടും. ഈശ്വരൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ സൗമ്യ പറയാണ്, രാജേന്ദ്രൻ സാർ പതുക്കെ പറഞ്ഞു. മേഡം കേട്ട് കഴിഞ്ഞാലേ ഇപ്പോൾ ആകാശ് സാറിന് ചായ വാങ്ങിക്കാനുള്ള ജോലിയാണ് കൊടുത്തത്. പക്ഷേ മേഡം സാറിനോട് ചിലപ്പോൾ മേഡത്തിൻ്റെ വീട്ടിലെ ബാത്റൂം കഴുകാൻ പറഞ്ഞാൽ അതുകൂടി ചെയ്യേണ്ടി വരും. അയ്യോ സൗമ്യ, അങ്ങനെയൊന്നും പറയല്ലേ, ഞാനായിട്ടൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ ആകാശ് ശ്രേയയുടെ ഓഫീസിലേക്ക് കയറാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും പിയൂൺ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, എവിടേക്കാണ് സാറ് പോകുന്നത്? ശ്രേയ മേഡം പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വന്നാലും ആകാശ് സാർ എപ്പോൾ വന്നാലും ശ്രേയ മേഡത്തിൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിടരുത് എന്ന്. ആണോ, നിന്റെ മേഡം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടാണോ എന്നോട് ചായ വാങ്ങിച്ചു വരാൻ വേണ്ടി പറഞ്ഞത്? അപ്പോൾ ഈ ചായയുമായിട്ട് എന്നെ അവിടേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജോലിയാണ് തെറിക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ പിയൂൺ അങ്ങ് പേടിക്കുകയാണ്. അയ്യോ സാർ, എന്തു പറ്റി? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചായ കൊണ്ടുകൊടുക്കാൻ ഒരാഗ്രഹവുമില്ല, ഞാൻ എന്തായാലും പോവട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിയൂണ് പേടിച്ച് പറയണം, അയ്യോ സാർ ചതിക്കല്ലേ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്, സാർ അത് കാര്യമാക്കി എടുത്തോ. എനിക്ക് സാറിനെ തടുക്കാനുള്ള അവകാശവും അധികാരവും ഒന്നുമില്ല. സാർ എന്തായാലും ചായ മേഡത്തിന് കൊണ്ടുപോയി കൊടുത്തോ. ഇല്ല, ഞാൻ പൊയ്ക്കോളാം. അയ്യോ സാർ ചതിക്കല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, സാറ് കൊണ്ടുപോയി കൊടുത്തോ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അയ്യോ ചതിക്കല്ലേ സാർ, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ. സാർ ഈ ചായ ചൂടോടെ തന്നെ മേഡത്തിന് കൊണ്ടുപോയി കൊടുക്ക്. മേഡം ചൂടുള്ള ചായയാണ് കുടിക്കത്തുള്ളൂ, അല്ലാതെ ഇതിപ്പോൾ ഇനി വഴുകും തോറും ചൂടാറി പോകും. സാർ ധൈര്യമായിട്ട് മേഡത്തിൻ്റെ റൂമിൽ പോയി ചായ കൊടുത്തോ എന്ന് പറഞ്ഞ് പിയൂണിൻ്റെ അനുവാദത്തോടു കൂടി ആകാശ് ശ്രേയയുടെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് ആ ചായ ഗ്ലാസ് ആകാശ് ബാക്കിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ആകാശിനെ കണ്ടപ്പോൾ ശ്രേയക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നീ എന്തിനാണ് ഇപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് വന്നത്? നിന്നോട് ആരാണ് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? അതെന്താ കുട്ടി നീ അങ്ങനെ പറഞ്ഞത്? നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ശ്രേയക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നീ മര്യാദയ്ക്ക് സംസാരിച്ചോളണം, നീ മര്യാദയ്ക്ക് എൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തു പോ. നിന്നെ ആരാണ് ഉള്ളിലേക്ക് കടത്തിവിട്ടത്? അത് പിന്നെ മറ്റാരുമല്ല, നിന്റെ പിയൂണില്ലേ, പിയൂണാണ് എന്നെ അകത്ത് കയറ്റി വിട്ടത്. അത് കേട്ടപ്പോൾ ശ്രേയ മുരുക എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വിളിക്കുകയാണ്. അപ്പോൾ ആകാശ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, നീ പിയൂണിനെ മാത്രം വിളിക്കേണ്ട, ഈ ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളെയും വിളിക്ക്, എല്ലാവരും കാണട്ടെ. നീ നാണം കെടാൻ പോകുന്നത് എല്ലാവരും കാണട്ടെ. അത് കേട്ടപ്പോൾ ശ്രേയ, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോവുകയാണോ? ആണോ, അത് നിനക്ക് മനസ്സിലായല്ലോ. നിനക്കിപ്പോൾ എന്ത് വേണം? അങ്ങനെ മാനമര്യാദയ്ക്ക് ചോദിക്കൂ. ചാരു എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ ഒന്നും മിണ്ടാതെ ശ്രേയ നിൽക്കുമ്പോൾ, നിന്നോടാണ് ചോദിച്ചത് ചാരു എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. ചാരു ചെയ്തത് നിന്റെ ഭാര്യയായത് തന്നെ അവൾ ചെയ്ത തെറ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ ജീവിക്കേണ്ട ജീവിതമാണ് അവളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതും അവൾ ചെയ്ത തെറ്റാണ്. എന്ത് ജീവിതമാണ് ശ്രേയ നീ ഉദ്ദേശിക്കുന്നത്? നമ്മൾ രണ്ടുപേരും മാത്രം തീരുമാനിച്ചാൽ മതിയില്ലല്ലോ, ഇതൊക്കെ ദൈവം തീരുമാനിക്കുന്നതാണ്. ദൈവം നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല. അതിനിപ്പോൾ എന്തിനാണ് നീ ചാരുവിനെ വെറുതെ ശിക്ഷിക്കുന്നത്? ഞാനതിന് അവളെ തേടിപ്പോയിട്ടേ പ്രശ്നം ഉണ്ടാക്കിയതൊന്നല്ല. അവൾ എന്നെ തേടി ഇവിടേക്ക് വന്ന് ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടാക്കിയതാണ്. ഞാൻ അവളോട് കുറെ തവണ പറഞ്ഞതാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ. പക്ഷെ എന്നിട്ടും അവൾ അതൊന്നും കേൾക്കാതെ വീണ്ടും ഓരോന്ന് കെഞ്ചും കൊണ്ടേ നിന്നു. അത്ര പറഞ്ഞിട്ടും അവൾക്ക് ഒരു കൂസലും ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ, അതിന് നീ ചാരുവിന്റെ ദേഹത്തേക്ക് ചായ ഒഴിക്കുകയാണോ വേണ്ടത്? ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണോ? കുടിക്കുന്ന ചായ മുഖത്തൊഴിച്ചാൽ, ചൂട് ചായ മുഖത്തൊഴിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് നിനക്കറിയുമോ? ഇല്ല അല്ലേ? എങ്കിൽ നീ അതൊന്ന് അറിഞ്ഞു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് കയ്യിലുള്ള ആ ചായ എടുത്ത് ശ്രേയയുടെ മുഖത്തേക്ക് അങ്ങ് ഒഴുകുകയാണ് കേട്ടോ. അതോടുകൂടി ശ്രേയ ഉറക്കെ അങ്ങ് സൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് പിയൂണ് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട്, എന്തിനാടി നീ ഇങ്ങനെ അലറുന്നത്? എങ്ങനെയുണ്ട്? നിനക്ക് എന്താ നല്ല നോവ് വരുന്നുണ്ടോ? ഇതുപോലത്തെ വേദന പാവം ചാരുവും അനുഭവിച്ചിട്ടുണ്ടാവില്ല, അത് നീയും അറിഞ്ഞിരിക്കണം. അത് കേട്ടപ്പോൾ ശ്രേയ ദേഷ്യം പിടിച്ച് വിരൽ ചൂണ്ടിയിട്ട് ആകാശിൻ്റെ നേരെ ചെന്നിട്ട് ഏയ് എന്ന് പറഞ്ഞങ്ങ് അലറാൻ നിൽക്കുമ്പോൾ
ഒച്ചയെടുക്കല്ലടി, അടങ്ങി നിൽക്ക്. നീ എന്ത് കരുതി? നീ എൻ്റെ ചാരുവിനെ ഉപദ്രവിച്ചാൽ ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വരുമെന്ന് നീ കരുതിയോ? നീ എൻ്റെ ചാരുവിനെ ഓരോന്ന് ചെയ്യും തോറും എനിക്കിപ്പോൾ ചാരുവിനോട് കൂടുതൽ കൂടുതൽ അടുപ്പമാണ് വരുന്നത്, കൂടുതൽ കൂടുതൽ സ്നേഹമാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ചാരു എനിക്ക് ജീവൻ്റെ ജീവനാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ചാരു മാത്രമായിരിക്കും. ഈ ഒരു കാര്യം വ്യക്തമായി കേട്ടോ, എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ഭാര്യയായി എൻ്റെ ചാരു മാത്രമാണ് ഉണ്ടാവൂ. എൻ്റെ ചാരുവിന് വേണ്ടിയാണ് ഇനിയുള്ള കാലം എൻ്റെ ജീവിതം. എൻ്റെ ചാരുവിൻ്റെ മനസ്സ് നോവിച്ചാൽ അത് ചോദിക്കാൻ ഞാനുണ്ടാവും. ഇനി മുതൽ നീ എൻ്റെ ചാരുവിനെ ഉപദ്രവിച്ചാൽ അത് ഞാൻ അറിഞ്ഞാൽ അവളുടെ ഭർത്താവായ ഞാൻ ചോദ്യം ചെയ്യാനുണ്ടാവും. നീ എന്നെ ഇത്രയും ദിവസം ഒരുപാട് എന്നെ ഉപദ്രവിച്ചു, അതെല്ലാം ഞാൻ സഹിച്ചു. കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എനിക്ക് ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ട അവസ്ഥ വന്നു. അതിൽ നിന്നെ ഓർത്ത് എനിക്ക് വല്ലാത്ത കുറ്റബോധവും ഉണ്ടായിരുന്നു. നീ എന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം തന്നെ ഞാൻ നിന്നെ ചതിച്ചത് കൊണ്ടാണെന്ന് കരുതി ഞാൻ അതെല്ലാം സ്വീകരിച്ചു, അതെല്ലാം ഞാൻ അനുസരിച്ചു. പക്ഷേ ചാരുവിനോട് നീ ചെയ്യുന്ന ദ്രോഹം അത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. നീ ചാരുവിനോട് ചെയ്യുന്ന ദ്രോഹത്തിന് നിനക്ക് ഒരിക്കലും മാപ്പ് തരാൻ കഴിയില്ല. കാരണം ചാരു ഒന്നും അറിയാത്ത ഒരു പാപമാണ്. അതുകൊണ്ട് നീ ഓർത്തു വെച്ചോ, ഇനി മുതൽ ചാരുവിനെ നീ എന്തെങ്കിലും ചെയ്താൽ അത് ഇരട്ടിയായി നിനക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കും എന്ന് പറയട്ടോ. അങ്ങനെ ആകാശ് പറയണേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന് പറയടി. അപ്പോൾ എനിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാ സത്യവും വിളിച്ചു പറയണം. നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതും, നീ എന്നോട് ഇത്രയും അധികം ദ്രോഹങ്ങൾ ചെയ്തത് എന്തിനായിരുന്നു എന്നുള്ളതും, നീ ഇപ്പോഴും എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും എല്ലാം തന്നെ ഞാനും അവിടെ വെച്ച് എല്ലാവർക്കും മുന്നിൽ എനിക്കും പറയാനുണ്ട്. അതല്ല, ഇനി മുതൽ നീ മര്യാദയ്ക്ക് നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതായിരിക്കും നിനക്ക് നല്ലത്. എല്ലാം അവസാനിപ്പിച്ച് ഇനി മുതൽ നീ നല്ലവളാവുകയാണെങ്കിൽ അത് നിനക്ക് നല്ലതാണ്. ഇതെൻ്റെ ലാസ്റ്റ് വാർണിംഗ് ആണെന്നും പറഞ്ഞിട്ടാണ് ആകാശ് ശ്രേയയുടെ റൂമിൽ നിന്നങ്ങ് പോകുന്നത്. അപ്പോൾ പിയൂൺ അവിടേക്ക് വരികയാണ്. അപ്പോൾ പിയൂണിൻ്റെ കയ്യിലേക്ക് ഈ ഗ്ലാസ് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ചായ കൊണ്ടുവന്ന ആ ഗ്ലാസ് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി സാർ, എന്താണ് മേഡം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയണേ, ചായ നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് നിന്റെ മേഡം പറഞ്ഞത് എന്നും പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പിയൂണ്, അയ്യോ ഇതെൻ്റെ കയ്യിൽ തന്നല്ലോ ഈ ചായ ഗ്ലാസ്, ഇത് കടയിൽ നിന്നാണാവോ വാങ്ങിയത്, ഇതിപ്പോൾ ഞാൻ എങ്ങനെ അറിയും, ഈ ഗ്ലാസ് ആരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ ശ്രേയയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. രാജേന്ദ്രൻ പറയാണ്, ചായ കൊണ്ടുവരിപ്പിച്ചത് തന്നെ മേഡം ചെയ്തത് തെറ്റാണ്. അത് കഴിഞ്ഞ് ചായ കുടിക്കൽ കഴിഞ്ഞ ശേഷം ആ ഗ്ലാസ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത് അതിലും വലിയ തെറ്റാണ്. എന്തായാലും ഇങ്ങനെയുള്ള ശിക്ഷയൊക്കെ എനിക്ക് തന്നാലേ എനിക്കത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി മുതൽ സൂക്ഷിച്ച് സംസാരിക്കണം, അതാണ് എനിക്ക് നല്ലത് എന്നൊക്കെ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് രാജേന്ദ്രൻ അവിടെ ഇരിക്കുന്നത്. പിന്നീട് അരവിന്ദനെ കാണാൻ വേണ്ടി ഹേമ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭക്ഷണവുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ കോൺസ്റ്റബിൾ പറയണേ, ഇല്ല, സ്റ്റേഷനിൽ കിടക്കുന്ന ആൾക്ക് ആരും പുറത്തു നിന്നും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനൊന്നും സമ്മതിക്കില്ല, അതിനൊന്നും പറ്റില്ല, എസ് ഐ സാറ് സമ്മതിക്കില്ല, അങ്ങനെ പറയരുത്, ഞാൻ അവൻ്റെ അമ്മയാണ്, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും അവിടേക്ക് എസ് ഐ വരികയാണ്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോനാണ് അരവിന്ദൻ, എനിക്ക് അവനെ ഒന്ന് കാണണം. അതിനെന്താ, നിങ്ങൾ പോയി കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഹേമ അരവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ മോൻ്റെ കോലം എന്തായിരിക്കുന്നു, അവളെ കരയിപ്പിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് അവസാനം ഇപ്പോൾ എനിക്ക് കരയേണ്ട അവസ്ഥ വന്നല്ലോ. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ടോണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങും, അമ്മ അതുവരെ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയട്ടെ. അങ്ങനെ ഹേമ അരവിന്ദിന് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് എസ് ഐയുടെ സമ്മതം വാങ്ങിക്കുകയാണ്. ഞാൻ എൻ്റെ മോൻക്ക് ഒരു വായിൽ വെച്ച് കൊടുത്തോട്ടെ എന്ന് പറയുമ്പോൾ, നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറയട്ടെ. അങ്ങനെ അരവിന്ദിന് ഹേമ ഭക്ഷണം വാരി കൊടുക്കുകയാണ്. എന്നിട്ട് ഹേമ പറയണേ, നിനക്ക് വേണ്ടി ഞാൻ തന്നെ അടുക്കളയിൽ കയറി ഉണ്ടാക്കിയതാണ് മോനെ, നീ നല്ലതുപോലെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഹേമ അരവിന്ദിനും ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ ശേഷം പറയണേ, നീ ജയിലിലായപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ നല്ല സന്തോഷമാണ്, അവർക്കാർക്കും നീ ജയിലിലായതുകൊണ്ട് ഒരു വിഷമവുമില്ല, എല്ലാത്തിനും കാരണക്കാരി ആ ചാരുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ വിഷമിക്കാതിരിക്കുക, ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, എന്നിട്ട് എന്നെ ഇങ്ങനെ ദ്രോഹിച്ച ആ 3 പേർക്കും ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്, അമ്മ കണ്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ ഹേമ പറയണ, ഞാൻ നല്ലൊരു വക്കീലിനെ വെക്കാം, എന്നിട്ട് നിന്നെ എത്രയും പെട്ടെന്ന് ഇറക്കും, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഹേമ അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം ശ്രേയ ആകാശ് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ ആലോചിക്കുക. ആകാശ് ശ്രേയയുടെ മുഖത്തേക്ക് ചായ ഒഴിച്ചതും അത് കഴിഞ്ഞ് ആകാശിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത്
ചാരുവിനെ ഒപ്പം കണ്ടതും. എന്നിട്ട് അവിടെയുള്ള ആള് അരവിന്ദൻ ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോയ സമയത്ത് ആകാശ് നീ ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്തുകൊണ്ടും നന്നായി എന്നൊക്കെ പറഞ്ഞ് ആ കാര്യമൊക്കെ ഇങ്ങനെ ശ്രേയ ആലോചിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദൻ പിന്നെ ഒരു എഴുത്തുമായി കാണാൻ വേണ്ടി വന്ന അതും ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദൻ മണ്ഡപത്തിൽ നിന്നും പോയത് കൊണ്ടാണ് ആകാശിന് ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ട ഒരവസ്ഥ വന്നത് എന്നുള്ള കാര്യമൊക്കെ ഗോവിന്ദൻ എഴുതി ശ്രേയക്ക് കൊടുത്തതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആകാശ് നിന്നെയും ചാരുവിനെയും ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ രണ്ടുപേരും മനസമാധാനത്തോടു കൂടി ജീവിക്കില്ല. അത് ഈ ശ്രേയയുടെ ശപഥമാണ്. നിനക്കെതിരെ ഇനി അടുത്ത അസ്ത്രമായി ഉപയോഗിക്കാൻ പോകുന്നത് നിന്റെ ഏട്ടൻ അരവിന്ദനെയാണ്. അരവിന്ദനെ വെച്ചാണ് ഇനി ഞാൻ നിന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുന്നത്. നീ കണ്ടോ ആകാശ് എന്നൊക്കെ മനസ്സിൽ സ്വയം ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ നിൽക്കുന്നത്. ആകാശ് നല്ല സന്തോഷത്തിൽ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ചാരു കാണുകയാണ്. എന്നിട്ട് നല്ല സന്തോഷത്തിലാണല്ലോ അക്കുചേട്ട. അതെ, ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയുണ്ട്. അക്കുചേട്ടൻ എവിടേക്കാണ് അതിന് പോയത്? ഞാൻ ചായ മുഖത്തൊഴിക്കാൻ വേണ്ടി പോയത്. എന്താ അക്കുചേട്ടൻ പറഞ്ഞത്? അല്ല, ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. ഈ ഉച്ചയ്ക്കാണോ ചായ കുടിക്കുന്നത്? അതിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി തോന്നി. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചായ കുടിച്ചത്. അക്കുചേട്ടൻ നല്ല വെയിൽ കൊണ്ട് വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. മുഖമൊക്കെ വാടിയിട്ടുണ്ട്. എൻ്റെ മുഖം വാടേ? എൻ്റെ മുഖത്ത് നല്ല പ്രകാശമാണ് ഉണ്ടാവുക. അത് നിനക്ക് തോന്നുന്നതാണ്. എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. നീ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വാ ചോത്തി. അതിന് അക്കുചേട്ടനല്ലേ ചായ കുടിച്ചു എന്ന് പറഞ്ഞത്? അത് ശരിയാണ്, ചായ കുടിച്ചപ്പോൾ എനിക്ക് വിശപ്പ് കുറച്ച് കൂടി. നീ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വാ. എങ്കിൽ അക്കുചേട്ടൻ കൈ കഴുക്, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, നീ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന് പറയട്ടെ. അങ്ങനെ ചാരു ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആകാശ് ശ്രേയയുടെ മുഖത്തേക്ക് ചായ ഒഴിച്ച ആ ഒരു കാര്യം ഇങ്ങനെ സന്തോഷത്തിൽ ആലോചിക്കുകയാണ്. അവളുടെ അഹങ്കാരത്തിന് എനിക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ചാരു ഭക്ഷണവുമായിട്ട് വരികയാണ്. എന്നിട്ട് ദാ എന്നും പറഞ്ഞ് ചാരു ആകാശിൻ്റെ നേരെ ഭക്ഷണം നീട്ടുന്ന സമയം, നീ എന്താ എൻ്റെ നേരെ ഭക്ഷണം ഇങ്ങനെ നീട്ടുന്നത്? നിനക്ക് വാരി തന്നൂടെ? ഞാൻ വാരി തരേ? പിന്നെന്താ, വാരി തന്നാൽ അതിന് അക്കുചേട്ടന് ഞാൻ വാരി തന്നാൽ പറ്റുമോ? പിന്നെ അത് എന്നോ ഒന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ? നീ എനിക്ക് ഭക്ഷണം വാരിത്താ, എങ്കിൽ ഞാൻ സ്പൂൺ എടുത്തുകൊണ്ട് വരും. സ്പൂണോ? നീ എന്താ കൈകൊണ്ട് തന്നാൽ? അല്ല, ഞാൻ കൈകൊണ്ട് വാരി തന്നാൽ അത് അക്കുചേട്ടന് പറ്റുമോ? അതെ, നീ അന്ന് പറഞ്ഞതൊക്കെ ഓർത്ത് നീ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. അത് നീ മറന്നേക്ക്. ഇപ്പോഴുള്ളതേ പുതിയ ആകാശാണ്. അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് വാരി തരണം എന്ന് പറയട്ടെ. അപ്പോഴേക്ക് ചാരു ഇങ്ങനെ ആകാശിനെ നോക്കുന്നുണ്ട് ഒരു വിഷമത്തോട് കൂടിയിട്ട്. എന്നിട്ട് ആകാശ് തന്നെ ചാരുവിൻ്റെ കൈ കൊണ്ട് കുഴപ്പിക്കുകയാണ്. എന്നിട്ട് വായിൽ വെപ്പിക്കുകയാണ്. അപ്പോൾ ചാരു ഒരു മടിയോട് കൂടിയാണ് ആകാശിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നത്. അങ്ങനെ ചാരു ഭക്ഷണം വാരി കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ഹേമ വരുന്നത്. അപ്പോൾ ഹേമ അലർച്ചയോട് കൂടി എടി എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ. അത് കേട്ട ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ആകാശും ചാരുവും ഞെട്ടലോട് കൂടി നോക്കുകയാണ്. അപ്പോൾ ഹേമ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയണേ, എടി നീ ഈ വീട്ടിലുള്ള എല്ലാവരെയും മയക്കി എടുക്കുകയാണല്ലേ? നിന്റെ ഉദ്ദേശം എന്തായാലും നടക്കില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ മോനെ നീയാണ് ഒറ്റിക്കൊടുത്തത്. നീ കാരണമാണ് എൻ്റെ മോൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ചാരുവിനെ കുറ്റപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ അമ്മായി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എന്നെ അങ്ങനെ വിളിച്ചു പോവരുത്. അപ്പോൾ ആകാശ് എന്താ അമ്മ എന്ന് പറയുമ്പോൾ, എന്താടാ നീ മിണ്ടാതിരിക്കടാ, നീ ജനിച്ച വയറ്റിൽ തന്നെയാണ് ഞാനടാ അരവിന്ദും ജനിച്ചത്. നിന്നെക്കാളും മുന്നേ ഞാൻ പ്രസവിച്ചത് എൻ്റെ അരവിന്ദനെയാണ്. എന്നിട്ട് എൻ്റെ മോനെ ഇപ്പോൾ ജയിലിലാക്കിയിട്ട് ഇവളിങ്ങനെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഹേമ ചാരുവിൻ്റെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.